Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂറത്തുൽ അംഫാലിലെ 71-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യുരീദൂ ഖിയാനതക ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബ്ലു ഫഅംകന മിൻഹും വല്ലാഹു അലീമുൻ ഹകീം. വഇൻ യുരീദു അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഖിയാനതക താങ്കളെ വഞ്ചിക്കുവാൻ, താങ്കളോട് വഞ്ചന ചെയ്യുവാൻ, ഫഖദ് ഖാനുല്ലാഹ എങ്കിൽ അപ്പോൾ ഖാനുല്ലാഹ അവർ അള്ളാഹുവിനെ വഞ്ചിച്ചിട്ടുണ്ട്, മിൻ ഖബ്ലു മുമ്പ്, ഫഅംകന മിൻഹും അവൻ അവരെ അധീനത്തിലാക്കി, നിങ്ങളുടെ അധീനതയിൽ നൽകി. വല്ലാഹു അലീം അള്ളാഹു സർവജ്ഞനത്രേ, ഹക്കീം യുക്തിജ്ഞനുമത്രേ. ഒന്നുകൂടെ അർത്ഥം പറയാം. വഇൻ യുരീദൂ അവർ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഖിയാനതക താങ്കളോട് വഞ്ചന ചെയ്യാൻ, അങ്ങനെ വഞ്ചന ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ പുതുമയൊന്നുമില്ല എന്നർത്ഥം. ഫഖദ് ഖാനുല്ലാഹ അവർ മുമ്പ് വഞ്ചിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ, അവർ മുമ്പ് അള്ളാഹുവിനെ വഞ്ചിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വഞ്ചിക്കും എന്നുള്ളതിൽ വലിയ പുതുമയൊന്നും വിചാരിക്കണ്ട. മിൻ ഖബ്ലു മുമ്പ്. ഫഅംകന മിൻഹും അവൻ അവരെ അധീനത്തിലാക്കി, അവൻ അവരെ അധീനത്തിലാക്കി. വല്ലാഹു അലീമുൻ ഹകീം അള്ളാഹു സർവജ്ഞനാണ്, യുക്തിജ്ഞനുമാണ്. എന്താ വിഷയം? ഇന്നലെ നമ്മൾ പറഞ്ഞ സൂക്തത്തിൻ്റെ തുടർച്ച തന്നെയാണിത്. ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ അടുക്കലുള്ള ബന്ധികൾ, യുദ്ധത്തടവുകാർ, അവരിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ, നന്മയുണ്ടെന്ന് അള്ളാഹുവിനെ അറിഞ്ഞാൽ, അള്ളാഹുവിനെ അറിയാലോ, അത് പരീക്ഷിക്കുകയാണ്. നിങ്ങളിൽ നന്മയുണ്ടെന്ന് അള്ളാഹുവിനെ അറിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ഖൈറ് തരും. അതുകൊണ്ടാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പിൽക്കാലത്ത് ഒരുപാട് ഖൈറ് കിട്ടിയത്. അല്ല, അവരുടെ മനസ്സിൽ ഖൈറൊന്നുമില്ല. അവർ തൽക്കാലം ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇസ്ലാമിനോടുള്ള കൂറും ഇസ്ലാമിൻ്റെ നന്മയൊക്കെ പറഞ്ഞ് മക്കത്ത് പോയിട്ട് തിരിച്ച് പ്രവർത്തിച്ചാൽ, ഇനി അടുത്ത യുദ്ധത്തിന് കോപ്പ് കൂട്ടിയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുതക്ക് മൂർച്ച കൂട്ടിയാൽ അതിൽ വലിയ പുതുമയൊന്നുമില്ല. അതാണ് വഇൻ യുരീദു ഖിയാനതക. ഖിയാനത്ത് ഖാന യഖൂനു, ഖാനാറിനെ വഞ്ചിച്ചു എന്ന, യഖൂനു വഞ്ചിക്കുന്നു, ഖിയാനത്തുൻ വഞ്ചന. വഇൻ യുരീദു അവർ കരുതുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഖിയാനതക അങ്ങയെ വഞ്ചിക്കുവാൻ, ഇവിടെ യുദ്ധത്തടവുകാരായി അങ്ങയുടെ അടുത്ത് വന്ന് അങ്ങയുടെ അടുക്കലുണ്ട്. ഒരുപക്ഷെ അങ്ങ് പറയുന്നതൊക്കെ ഇപ്പോൾ അവർ സ്വീകരിച്ചേക്കും. എന്നാൽ അകത്തൊന്ന് ഒളിപ്പിച്ച് വെച്ച് പുറമേക്ക് സ്നേഹവും അംഗീകാരമൊക്കെ പ്രകടിപ്പിക്കുന്നതും വരും അവരിലുണ്ടാകാം. അങ്ങനെ അവർ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ പുതുമ വിചാരിക്കേണ്ടതില്ല. അവർ ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബ്ലു അവർ മുമ്പ് അള്ളാനെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ. അള്ളാനെ വഞ്ചിച്ചിട്ടുണ്ട്. അള്ളാനെ വഞ്ചിക്കുക എന്ന് എന്താണ്? ആരാണ് ഈ ഖുറൈശികൾ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പൗത്രന്മാരാണ് അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പരമ്പരയിലുള്ളവരാണ് അവർ. അവരുടെ ദീൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദീനാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദീനിൻ്റെ അടിസ്ഥാനം എന്താ? ശുദ്ധ തൗഹീദ, ഏകദൈവ വിശ്വാസമാണ്, ഏകദൈവത്തിനെ ആരാധിക്കലാണ്, ഏകദൈവത്തെ അംഗീകരിക്കലാണ്. പക്ഷേ ഖുറൈശികൾ എന്താ ചെയ്തത്? അവരുടെ സൗകര്യത്തിന്, നാട്ടുകാരുടെ താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ദീനിൽ വക്രത ഉണ്ടാക്കി. എന്നിട്ടോ ഈ ഏകദൈവത്തിന് വേണ്ടി വാദിച്ച, ഏകദൈവത്വത്തിൻ്റെ ആശയത്തിനും ആദർശത്തിനും വേണ്ടി പ്രവർത്തിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ തന്നെ ബിംബം ഉണ്ടാക്കിക്കാണ്ട് കഅബയുടെ ഉള്ളിൽ വെച്ചു.
ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ബിംബം ഉണ്ടാക്കി വെച്ചു. ഇതിലും വലിയൊരു വഞ്ചന. എന്നിട്ട് അവർ പറയുകയും ചെയ്യും ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലാണ്. ഇതാണ് അവർ അള്ളാഹുവിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞത്. ഭയങ്കര വഞ്ചനയല്ലേ അവർ ചെയ്തത്. അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കൊണ്ട് അവരുടെ നാട്ടിൽ കഅബയെ പുനർനിർമ്മിപ്പിച്ചു. എന്നിട്ട് ഇത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനും ലോകത്തെ ആദ്യത്തെ ഭവനമാണെന്ന് അവരെ പഠിപ്പിച്ചു. അതുമാത്രമല്ല, ഈ കഅബ അവിടെ നിർമ്മിച്ചു കൊടുത്തതിലൂടെ ഖുറൈശികൾക്ക് കിട്ടിയ വലിയ സ്ഥാനം എത്രയാണ് അറബികൾക്കിടയിൽ? വലിയ സ്ഥാനം. ഖുറൈശികളുടെ വരുമാനം വർദ്ധിച്ചു. എങ്ങനെ? കഅബയിൽ ഇബാദത്തിന് വേണ്ടി, തവാഫിന് വേണ്ടി മറ്റു നാടുകളിൽ നിന്നൊക്കെ അറബികൾ അങ്ങോട്ട് വരും. അവരൊക്കെ ഇബ്രാഹിം നബിൻ്റെ അനുയായികളാണെന്നാണ് പറയുക. അവർക്ക് വരുമ്പോൾ എന്താ, ഇബാദത്ത് മാത്രമല്ലല്ലോ നടക്കുക, കച്ചവടം നടക്കൂലേ? അത് അനുവദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കൊള്ളക്കൊടുക്കുകൾ നടക്കുമല്ലോ, അങ്ങോട്ട് വിൽക്കും ഇങ്ങോട്ട് വാങ്ങും. ഖുറൈശികൾക്ക് അവരുടെ നാട്ടിൽ നിന്നുകൊണ്ട് കച്ചവടം നടത്താം. വിദേശികളൊക്കെ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതും അവർക്ക്. എന്നിട്ട് അവർ അള്ളാഹുവിനോട് നന്ദി കാണിച്ചു. അല്ല, അവിടെ അള്ളാഹിനെ ചതിച്ചുല്ലോ, അവിടെ അള്ളാഹിനെ ചതിച്ചു. ഖുറൈശികൾ കച്ചവട വസ്തുക്കളുമായി അന്യ നാട്ടിലേക്ക് പോകുമ്പോഴോ അന്യ നാട്ടുകാർക്കൊക്കെ വലുവിടെ ആദരവാണ്. കാരണം ഇത് കഅബൻ്റെ ആൾക്കാരാട്ടോ, ഓലെ നമ്മൾ ഉപദ്രവിച്ച അടുത്ത കൊല്ലം നമുക്ക് ഹജ്ജിനും ഉംറക്കും പോകേണ്ടതാണ്. അപ്പം ഇങ്ങനെ ഖുറൈശികൾക്ക് അല്ലാഹു തആല കഅബ അവരുടെ നാട്ടിൽ നിർമ്മിച്ചതിലൂടെ നൽകിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിലാണ് ഞങ്ങൾ ഉള്ളതെന്ന് പറയുന്നതോടൊപ്പം വഞ്ചന കാണിച്ചു. അതാണ് ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബ്ലു, മുമ്പ് അവർ അള്ളാഹുവിനെ വഞ്ചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പ്രവാചകനെയും വഞ്ചിക്കുകയാണ്. വലിയ പുതുമയൊന്നും വിചാരിക്കേണ്ടെന്ന്. അതുമാത്രമല്ല, സൂറത്ത് അഅറാഫിലെ 172 സൂക്തത്തിൽ എന്താ നമ്മൾ പഠിച്ചത്? സൂറത്ത് അഅറാഫിലെ 172 സൂക്തത്തിൽ മനുഷ്യവർഗം മുഴുവനും അള്ളാഹുവിനോട് ചെയ്തൊരു പ്രതിജ്ഞയെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. അതെന്താണ്? വഇദ് അഖദ റബ്ബുക മിൻ ബനി, 173 പേജിൽ തന്നെ, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും, അല്ലാഹു തആല ആദമിൻ്റെ മുതുകിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെ മുഴുവനും പുറത്തെടുത്തു. വശഹദഹും, എന്നിട്ട് അവരെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചു. അലാ അൻഫുസിഹിം, അവരുടെ മേൽ തന്നെ, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്. ഖാലു, എല്ലാവരും പറഞ്ഞു, ബലാ, അതെ, നഷ്ഹദു, ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നെല്ലാവരും പറഞ്ഞു. ഞങ്ങൾ സാക്ഷികളാകുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അല്ലാഹു തആല അങ്ങനെ ചെയ്യിപ്പിച്ചത്? അൻ തഖൂലു യൗമൽ ഖിയാമ, നിങ്ങൾ അന്ത്യനാളിൽ പറയാതിരിക്കാൻ, ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അശ്രദ്ധരായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ കരാറ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ആ കരാറിനെ ലംഘിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിൽ അടക്കി വച്ചിട്ടുള്ള നിലീനമായിട്ടുള്ള ഏകദൈവത്വം എന്ന അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് പറഞ്ഞ് എല്ലാവരും സമ്മതിച്ച ആ കരാറിനെയും അവർ ലംഘിച്ചു. ഇതും കൂടിയാണ് കരാർ ലംഘനം. അതാണ് ഈ യുരീദു ഖിയാനത്തക്ക, അവർ അങ്ങയെ വഞ്ചിക്കുകയാണെങ്കിൽ അതിലൊന്നും പുതുമ വിചാരിക്കേണ്ട. അവർ ശേഷം ശേഷം മനസ്സിലാക്കേണ്ട കാര്യം, ഖദ് ഖാനുല്ലാഹ മിൻ ഖബ്ലു, അവർ മുമ്പ് അള്ളാഹുവിനെയും വഞ്ചിച്ചവരാണ്. അംകന മിൻഹും, അംകന എന്ന് പറഞ്ഞാൽ അവൻ അവരെ അധീനത്തിലാക്കി തന്നു. ആർക്ക്? മുസ്ലിമീങ്ങളുടെ അധീനതയിലാണ് ഇപ്പോൾ ഈ ബന്ദികളുള്ളത്. അതാണ് അംകന. മക്കന എന്ന സൗകര്യപ്പെടുത്തി നിർത്തുന്നുണ്ട്. അംകന എന്നല്ലേ, നിങ്ങൾക്ക് അവൻ നിങ്ങളുടെ അധീനതയിലാക്കി തന്നില്ല. ഇത്രയും ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞെടുത്ത് കിട്ടും അവരെ. അതുകൊണ്ട് അവരോട് ഉത്തമമായ നിലയിൽ വർത്തിക്കണം. അവർ വഞ്ചിക്കാനൊരു സാധ്യതയുണ്ട്. അതിൽ വലിയ പുതുമയും വിചാരിക്കേണ്ട. അവർ മുമ്പും വഞ്ചിച്ചവരാണ്. ഫഅംകന മിൻഹും, അവൻ അവരെ നിങ്ങളുടെ അധീനതയിൽ നൽകി, അഥവാ അവരുടെ മേൽ നിങ്ങൾക്ക് അധികാരം തന്നു. അതാണ് ഫഅംകന മിൻഹും. വല്ലാഹു അലീമുൻ, വല്ലാഹു അലീമുൻ, അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ഹക്കീം, യുക്തിജ്ഞനുമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് അവൻ്റെ നിയമങ്ങൾ ഇങ്ങനെ, അതിൻ്റെയൊക്കെ ഹിക്മത്ത് അറിയുന്നവൻ അവനാണ്. നമ്മൾക്കറിയാൻ കഴിയില്ല, നമുക്കറിയില്ല. അതാണ് ഹക്കീം, യുക്തി. എന്നൂടെ അർത്ഥം പറഞ്ഞ അർത്ഥം.
ഈ യുരീദു ഖിയാനത്തക്ക, എന്താ ഖിയാനത്ത് പറഞ്ഞാൽ വഞ്ചന. അവർ നിങ്ങളെ വഞ്ചിക്കാൻ ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബ്ലു. അപ്പോൾ അറിയണം, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങൾ ചിന്തിക്കണം. ഖദ് തീർച്ചയായും ഖാനുല്ലാഹ അവർ അള്ളാഹുവിനെ വഞ്ചിച്ചിട്ടുണ്ട്, മീൻ ഖബ്ലു മുമ്പ്. അപ്പോൾ പിന്നെ അങ്ങയെ വഞ്ചിക്കാൻ ഒരുങ്ങും എന്നതിൽ വലിയ പുതുമ വിചാരിക്കേണ്ട. ഫഅംകന മിൻഹും അവൻ അവരെ നിങ്ങളുടെ അധീനത്തിലാക്കി, നിങ്ങളുടെ അധികാരത്തിലാക്കി. വല്ലാഹു അലീമുൻ ഹകീം, വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു സർവജ്ഞനും യുക്തിജ്ഞനുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.